പത്തനംതിട്ടയിലെ കൂട്ടബലാത്സംഗത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്വകാര്യ ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി 64-ലധികം പേരാണ് ഒരു കുട്ടിയെ പീഡിപ്പിച്ചത്. 13 വയസ്സ് മുതൽ. മാപ്പില്ലാത്ത ക്രൂരതയെന്ന് തന്നെ പറയണം. കൂട്ടബലാത്സംഗ കേസിൽ ഇന്ന് കൂടുതൽ അറസ്റ്റുകളുണ്ടായി. ഇതുവരെ 28 പേരാണ് പിടിയിലായത്. അന്വേഷണത്തിന് DIG അജിതാ ബീഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചു. ജില്ലയ്ക്ക് പുറത്തേക്കും പ്രതികൾക്കായി അന്വേഷണം നടത്തുകയാണ്. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. പ്രവീൺ, ഗുഡ് ഈവനിങ്. പ്രവീൺ, കൂടുതൽ അറസ്റ്റുകളിലേക്ക് കടക്കുകയാണ്. ജില്ലയ്ക്ക് അതിർത്തിക്ക് പുറത്തേക്കും അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. കേരളം കണ്ട ഞെട്ടിപ്പിക്കുന്ന ഒരു കൂട്ടബലാത്സംഗത്തിന്റെ കഥയാണ് ഇപ്പോൾ ചുരുൾ നിവരുന്നത്. കൂടുതൽ അറസ്റ്റുകൾ നാളെ ഉണ്ടാകുമോ? എന്താണ് പ്രതീക്ഷ? അരുൺ, 13 വയസ്സ് മുതൽ 18 വയസ്സ് വരെ ഒരു പെൺകുട്ടി പലയിടങ്ങളിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിക്കപ്പെടുക. ഒടുവിൽ മാനസിക സംഘർഷവും ഭീതിയും മൂലം പെൺകുട്ടി പീഡന വിവരം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുമ്പാകെ തുറന്നു പറയുന്നു. CWC പോലീസിനെ വിവരം അറിയിക്കുന്നു. 64 പേർ പീഡിപ്പിച്ചുവെന്ന് പെൺകുട്ടി മൊഴി നൽകിയതോടെ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി പ്രതികളെ പിടികൂടാൻ കൃത്യമായ പ്ലാൻ തയ്യാറാക്കുന്നു. പോലീസിന്റെ ഈ പ്ലാൻ ഒരു രീതിയിലും ചോർന്നിരുന്നില്ല. ഒരുപക്ഷെ ഈ വിവരം നേരത്തെ പുറത്തായിരുന്നുവെങ്കിൽ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഉണ്ടാകുമായിരുന്നു. പെൺകുട്ടിയുടെ മൊഴിപ്രകാരം ഇതുവരെ 28 പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇലവന്തിട്ട പോലീസ് സ്റ്റേഷനിൽ ഇന്ന് 9 FIRകൾ പെൺകുട്ടിയുടെ മൊഴിപ്രകാരം രജിസ്റ്റർ ചെയ്തു. പത്തനംതിട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത ആകെ 7 കേസുകളിലായി 21 പ്രതികൾ പിടിയിലായി. ഇതിൽ 4 പ്രതികൾ പ്രായപൂർത്തിയാകാത്തവരാണ്. DIG അജിതാ ബീഗത്തിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ വ്യത്യസ്ത റാങ്കുകളിൽപ്പെട്ട 25 പോലീസ് ഉദ്യോഗസ്ഥർ അടങ്ങുന്നതാണ് അന്വേഷണ സംഘം. ശാസ്ത്രീയ തെളിവുകളടക്കം പോലീസ് ശേഖരിച്ചു വരികയാണ്. പത്തനംതിട്ട ജില്ലയ്ക്ക് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ കൂടുതൽ പ്രതികൾ കസ്റ്റഡിയിലാകാനുള്ള സാധ്യതയാണുള്ളത്. ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അരുൺ. താങ്ക് യു പ്രവീൺ.